ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഫിസിക്സിൻ്റെ എക്സാം എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. എന്താ ഞാൻ ഈ ഒരു സമയത്താണ് ഫിസിക്സും എക്സാമും കണ്ടുപിടിച്ച ആളിങ്ങനെ അറിഞ്ഞ് മനസ്സറിഞ്ഞ് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഗൈസ്. കാരണം ഈ എക്സാം അത്യാവശ്യം നല്ല സിമ്പിളായിട്ടുള്ള എക്സാം ആയിരുന്നു. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. നല്ല എക്സാം, നല്ല സിമ്പിളായിരുന്നു. പക്ഷേ ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് ഭയങ്കര കുറവായിരുന്നു എനിക്ക് ആക്ച്വലി അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം ഷോർട്ട് റേഞ്ച് ആയിരുന്നു. കൂടുതൽ ഡെറിവേഷൻസ് ഉണ്ടായിരുന്നു. സോ അതൊക്കെ അത്യാവശ്യം വലിയ ഡെറിവേഷൻസ് വേണമെന്ന് തോന്നി ചിലതൊക്കെ. അപ്പം അതെല്ലാം കൂടെ എഴുതി വന്നപ്പോൾ എനിക്ക് ഒട്ടും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് 3 മാർക്ക് ആൻഡ് 4 മാർക്ക് സെഷനിലേട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പം ആൻസേഴ്സ് എഴുതാൻ എനിക്ക് തീരെ ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല. തീരെ എന്ന് പറഞ്ഞാൽ തീരെ. ഞാൻ ലെൻസ് മേക്കേഴ്സ് ഫോമിൽ എഴുതിക്കൊണ്ടിരിക്കാൻ നേരത്തായിരുന്നു ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ പെട്ടെന്നായിരുന്നു ന്യൂമറിക്കൽസ് ഒന്നും ചെയ്യാൻ എനിക്ക് ശകലം പോലും സമയം കിട്ടിയിട്ടില്ല. നിങ്ങൾ എൻ്റെ ഫേസ് കണ്ടാൽ അറിയായിരിക്കും ഞാൻ കുറച്ച് കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. ആക്ച്വലി കുറച്ച് വൺ വേർഡ്സും എനിക്ക് തെറ്റിയിട്ടുണ്ടായിരുന്നു. വൺ വേർഡ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സെഷനിലെല്ലാം കറക്റ്റാണ്. ബട്ട് ഈ 3 മാർക്ക് സെഷനിലെയൊക്കെ ഇപ്പം എ പാട്ടും ബി പാട്ടും അറിയാം, എനിക്ക് സി പാട്ട് അറിയത്തില്ലായിരിക്കും. ആ ഒരു അവസ്ഥയായിപ്പോയി എനിക്ക്. എന്നാലും എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയില്ല. കാരണം ഞാൻ ഒരാഴ്ച ഞാൻ ഫിസിക്സിന് വേണ്ടി നല്ല പ്രൊഡക്റ്റീവായിട്ട് അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് അതിൻ്റെ ഡെപ്തിൽ ഇറങ്ങി പഠിച്ച ഒരാളാണ്. പക്ഷേ എനിക്ക് ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടാത്തതായിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഞാൻ ഓരോ പ്രോബ്ലവും ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ട് ആദ്യം വായിച്ച് നോക്കി ഒന്ന് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും പിന്നെ ഞാൻ എല്ലാം എഴുതിയിട്ട് ഇത് വീണ്ടും എഴുതാൻ വരുന്ന സമയത്ത് പിന്നെ എനിക്ക് പഠിക്കുമ്പോൾ ഇല്ലാത്ത കുറേ കൺഫ്യൂഷൻസും കുറേ ക്വസ്റ്റ്യൻസും ഒക്കെ കയറി വരുന്നത് ഈ ക്വസ്റ്റ്യൻസ് കാണുന്ന ടൈമിലാണ് കേട്ടോ. ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരുന്നു. കാരണം ഇപ്പം എനിക്ക് ചിലയിടത്ത് ഇപ്പം ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ. സോ അതിനകത്ത് എനിക്ക് വന്നപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. ഡൈപോൾ മൊമെന്റ് സെന്റിമീറ്ററിൽ തന്നിരിക്കുന്നുണ്ടായിരുന്നു. അത് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് അപ്പം പെട്ടെന്ന് അതിന് മുന്നേ പഠിക്കുമ്പോഴൊന്നും അങ്ങനത്തെ ഒരു ഡൗട്ടും കാണത്തില്ല. പക്ഷേ അത് ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഡൗട്ടുകളാണ്. സോ അത് ഞാൻ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. പക്ഷേ ആൻസർ കീ നോക്കിയപ്പോൾ കൺവേർഷൻ ഇല്ലായിരുന്നു അവിടെ മീറ്ററിലോട്ട്. സോ എനിക്കതിപ്പോൾ നല്ലൊരു പേടി ഉണ്ടാക്കുന്നുണ്ടടാ. പക്ഷേ എനിക്കറിയത്തില്ല ഓൾമോസ്റ്റ് ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ അത്യാവശ്യം നല്ലപോലെ ഒരാഴ്ച പ്രൊഡക്റ്റീവായിട്ടിരുന്ന് നല്ലപോലെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും ഒരു സാധനം വിടാതെ എല്ലാം ഞാൻ പഠിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു ടൈം എനിക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു പോരായ്മ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു. ആക്ച്വലി ഫിസിക്സ് ഞാൻ നല്ല പേടിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കാരണം മോഡൽ എക്സാമിൽ അത്രയ്ക്ക് ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നപ്പം ഞാൻ നല്ല പേടിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുള്ള ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഈ ടൈം ആയിരുന്നു എനിക്ക് അറിയില്ല. എനിക്ക് എനിക്ക് സങ്കടം തോന്നി. കാരണം അത്രയും കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ കുട്ടി ഇന്ന് പഠിച്ചിട്ട് പോയൊരു കാര്യമായിരുന്നു. അപ്പം ടൈം ഇങ്ങനെ കിട്ടുവാണ്ടിരിക്കുന്നത് എനിക്ക് എല്ലാം അറിയാം. പക്ഷേ ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് അത് ഭയങ്കര ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇംഗ്ലീഷൊക്കെ എങ്ങനെ എഴുതുമെന്ന് എനിക്കൊരു പിടുത്തില്ല. ഇപ്പോഴേ എനിക്ക് നല്ല ടെൻഷനും ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാനതിൽ വേറെ വീഡിയോസിൽ നിങ്ങളോടൊക്കെ പറയാറുണ്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കാമെന്ന്. പക്ഷെ എനിക്കുണ്ട് നല്ല ടെൻഷൻ. എനിക്കറിയില്ല ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടാളെ എന്തായാലും ഞാൻ സമ്മതിക്കുന്നു. കാരണം നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ആദ്യത്തെ സെഷനിലൊക്കെ എനിക്ക് അത്യാവശ്യം നല്ലപോലെ തന്നെ എളുപ്പമായിട്ടായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ സെക്ഷനും വന്നപ്പം ലെൻസസ് ലോയുടെ ഒരു ബി പാർട്ട് ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു. അത് ഞാൻ തെറ്റിച്ചിട്ടുണ്ട്. 1 മാർക്കായിരുന്നു. പക്ഷെ എനിക്ക് ബാക്കിയൊന്നും വലിയ കുഴപ്പം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നടാ. ബാക്കിയൊക്കെ കിട്ടി. ന്യൂമറിക്കൽസ് വരെ ഞാൻ ടോർക്കിൻ്റെ അതായിരുന്നു ഒരു കുഴപ്പം. ഞാനത് സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോഴൊക്കെ ആയിരിക്കും എനിക്ക് അങ്ങനത്തെ പോലെ ഡൗട്ട്സ് ഒക്കെ കയറി വരുന്നുണ്ടായിരിക്കാം. സോ ബാക്കിയെല്ലാം കുറച്ചേറെ ഡെറിവേഷൻസ് ഉണ്ടായിരുന്നു. ഡെറിവേഷൻസ് ഉള്ളതുകൊണ്ടാണ് പലർക്കും അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ ഇപ്പം എനിക്ക് ഉൾപ്പെടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഡെറിവേഷൻസിലൂടെയാണ്. പിന്നെ ഫുൾ വേ റെക്ടിഫയറിൻ്റെ ഒക്കെ ബി പാർട്ട് ക്വസ്റ്റ്യനിലും എനിക്ക് കുറച്ച് എന്തൊക്കെയോ അപാകതകൾ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ 3 മാർക്ക് സെഷനിലാണ് എനിക്ക് പാളിച്ച പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി എനിക്ക് മൊത്തം ആൻസർ കീസ് ഒക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്തിട്ട് ഒന്ന് മാർക്ക് എനിക്ക് അറിയില്ല. പക്ഷെ ചിലവർ പറയും ഈ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ എക്സാമിനെ കുറിച്ച് ചിന്തിക്കത്തേ ഇല്ല, ആൻസർ കീ ഇനി കാണണ്ട. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് ആൻസർ കീ ചെക്ക് ചെയ്യണം, എനിക്ക് എത്ര മാർക്ക് കിട്ടുന്നത് ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ പറയത്തില്ല എത്ര മാർക്ക് കിട്ടുമെന്ന്. പക്ഷെ എനിക്ക് അങ്ങനെ അറിയണം. ഓക്കെ, അപ്പം ഞങ്ങളുടെ എക്സാം ഹോളിൽ നിന്ന് ടീച്ചർ വരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ അതേപോലെ എനിക്ക് തോന്നുന്നു ഒരു നമുക്ക് 6 അഡീഷണൽ ഷീറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ബുക്ക്ലെറ്റ്സ് പോലാണല്ലോ കിട്ടുന്നത്. ആദ്യത്തെ ബുക്ക്ലെറ്റിൽ 10 പേജസ് ഉണ്ടായിരുന്നു. ദെൻ വരുന്നതിലൊക്കെ 4 പേജസ് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ടോട്ടൽ പേജസിൻ്റെ കണക്കൂട്ടിലാണ് ഒരു 32 പേജസ് ഞാൻ എഴുതിയിട്ടുണ്ട്. 32 പേജസ് എഴുതിയിട്ടുണ്ട്. മീൻസ് പേപ്പറായിട്ട് നോക്കുകയാണെങ്കിൽ 6 ആയിരുന്നു.
അപ്പം ഞാൻ അത്യാവശ്യം നല്ലപോലെ എഴുതിയിട്ടുണ്ട്. ഇനി എനിക്ക് അതിലാണ് പ്രതീക്ഷ. നല്ലപോലെ എഴുതിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടം വരികയാണ് അത് ആലോചിച്ചിട്ട്. അപ്പം എനിക്ക് എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഇപ്പം നിങ്ങൾ ഫിസിക്സിൻ്റെ എക്സാം ഇതേപോലെ ടൈം കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനി ആലോചിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ നെക്സ്റ്റ് എക്സാമിന് വേണ്ടി മാക്സിമം പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇത് ഇവിടെ കൊണ്ട് കഴിഞ്ഞു എന്നൊക്കെ ഞാൻ പറയും, പക്ഷെ ഞാനിത് വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കും. അതാണ് ഞാൻ. അപ്പം എന്നെക്കുറിച്ച് കുറച്ച് ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ അത് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. നിങ്ങൾ നെക്സ്റ്റ് കെമിസ്ട്രി അല്ലേ കെമിസ്ട്രി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പം നമുക്ക് ഇവിടെ ഇതായാലും കുഴപ്പമില്ല, നമുക്ക് അടുത്തതിൽ കയറി പിടിക്കാം ഗൈസ്. ഓക്കെ, ബൈ.